അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നമ്മുടെ നാടും നഗരവും എല്ലാം പഞ്ചായത്ത് ഇലക്ഷന്റെ ഒരു ചൂടുപിടിച്ച തിരക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ ഇത്തവണത്തെ നമ്മുടെ വോട്ട് ആർക്കാണ് നമ്മൾ ചെയ്യേണ്ടത്? മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വോട്ട് ചെയ്യാൻ പാടില്ലാത്ത പാർട്ടി ഏതാണ്? ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിർബന്ധമായി നാം ഒക്കെ തന്നെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതാണ് ഇന്നത്തെ നമ്മുടെ സംസാരത്തിൽ നമ്മൾ കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഒക്കെ തന്നെ ഓരോരുത്തരും ഓരോരോ രാഷ്ട്രീയ പാർട്ടികളുമായി അനുഭാവമുള്ളവരാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകരാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാഷ്ട്രീയ പാർട്ടി ജയിക്കണം, നമ്മുടെ ജനപ്രതിനിധി അവർ ഉന്നതമായ ഭൂരിപക്ഷത്തോടെ ജയിക്കണം എന്ന താല്പര്യത്തിലാണ് നമ്മൾ എല്ലാ വർക്കൗട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ വികാരമാണ്. നമ്മുടെ പാർട്ടി ജയിക്കുക എന്ന് പറഞ്ഞാൽ വികാരമാണല്ലോ. ആ വികാരത്തെ വിവേകം നിയന്ത്രിക്കണം. ചുമ്മാ വികാരം മാത്രം പോരാ, വിവേകം നിയന്ത്രിക്കണം. അതായത് ഒരു പഞ്ചായത്തിലേക്ക് സമുന്നതനായ ഒരു നേതാവിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു പ്രതിനിധിയെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ, തീർച്ചയായും ആ പഞ്ചായത്തുകാർക്ക് ഉപകാരപ്പെടുന്ന, അവരെ പാവപ്പെട്ടവനെയും പണക്കാരനെയും ഒരുപോലെ പരിഗണിക്കാൻ പറ്റുന്ന, അവരുടെ മാക്സിമം കഴിവുകൊണ്ട്, മനുഷ്യനാണല്ലോ, ആ കഴിവ് വെച്ചുകൊണ്ട് നമുക്ക് ആ പഞ്ചായത്തിലുള്ള ആളുകളെ എങ്ങനെ സേവിക്കാൻ പറ്റും, എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അവരുടെ കൂടെ നിൽക്കാൻ പറ്റുന്നത് ആര്? അവരെ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടെ ജയിപ്പിച്ചു കൊണ്ടുവരേണ്ടവരാണ്. പലപ്പോഴും ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് മുന്നോട്ട് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള, പഞ്ചായത്തിലെ ആളുകളെ സ്നേഹിക്കാൻ പറ്റുന്ന, സഹായിക്കാൻ പറ്റുന്ന, നിസ്വാർത്ഥരായ, ഒന്നും ഇങ്ങോട്ട് കിട്ടിയിട്ടല്ല, പക്ഷെ നല്ല മനസ്സോടുകൂടെ അവരോട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒട്ടനവധി നല്ല മനുഷ്യരുണ്ട്. അത് മിക്ക പാർട്ടിയിലും സജീവമായി അത്തരം പ്രവർത്തകരുണ്ട്. നമുക്കവരെ വലിയ പരിഗണന കൊടുക്കണം. എന്നാൽ പലപ്പോഴും ഒരുപക്ഷെ എൻ്റെ പാർട്ടിയാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്ന പ്രതിനിധിയായി വരാൻ പോകുന്ന, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാൻ പോകുന്ന വ്യക്തികൾക്ക് പോലും ഈ ഒരു സെറ്റപ്പ് ഇല്ലാത്തവരാകും. പ്രത്യേകിച്ച് നല്ല വാഗ്ദാനങ്ങൾ എങ്ങനെ, അത് പൊതുവേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ട്രോളുന്ന അല്ലെങ്കിൽ കോമഡിയായി വരുന്ന ആളുകൾ മനസ്സിലാക്കുന്നൊരു ഭാഗമാണ്. ഭയങ്കരമായ വാഗ്ദാനങ്ങൾ തന്നെ ഉണ്ടാവും. തെരഞ്ഞെടുപ്പിലേക്ക് കയറി വരുന്ന ആ ഒരു നാളുകളിൽ, അതായത് അവർ വിജയിച്ചു വരാൻ വേണ്ടിയുള്ള അവരുടെ ഒരു പ്രവർത്തനം എന്നുള്ള നിലക്ക് ഈ പ്രചരണം നടക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകമായ സ്നേഹവും പ്രത്യേകമായ പരിഗണനയും ഉണ്ടാവും. ഈ പരിഗണന ജയിച്ച് കസേരയിൽ വന്നാൽ പിന്നെ ഉണ്ടാകുന്നില്ല എന്ന് പൊതുവേ നടക്കുന്ന ഒരു സംസാരമാണ്. അത് നല്ല ആളുകളെ കുറിച്ചും പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ അതിൽ യാഥാർത്ഥ്യമുള്ള ചില വശങ്ങളുമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ജനങ്ങളെ സേവിക്കാൻ പറ്റുന്ന, എല്ലാവരെയും പരിഗണിക്കാൻ പറ്റുന്ന ഒരു മുസ്ലിമായ സ്ഥാനാർത്ഥിയാണ് ഒരു പഞ്ചായത്തിൽ, നമ്മുടെ പഞ്ചായത്തിൽ പ്രതിനിധിയായി നമ്മുടെ വാർഡിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ തീർച്ചയായും അവർ ഒരു പക്ഷപാതിത്വം കാണിക്കുന്ന മുസ്ലിമീങ്ങളായ ആളുകൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യും, മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകിച്ച് പരിഗണന, അങ്ങനെ കൊടുക്കുന്ന ഒരു നേതാവിനെയും നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്താ? നമ്മുടെ പഞ്ചായത്തിലെ, നമ്മുടെ വാർഡിൽപ്പെട്ട എല്ലാ മതസ്ഥരെയും ഒരുപോലെ പരിഗണിക്കാൻ പറ്റുന്ന, സേവിക്കാൻ പറ്റുന്ന, സഹായിക്കാൻ പറ്റുന്ന ഒരു പ്രതിനിധിയെ നമുക്കറിയാലോ ഓരോരുത്തരെയും. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇത്തവണ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ. നമ്മുടെ വോട്ടിംഗ്, നമ്മുടെ കൈയിൻ്റെ ടച്ചിങ്, സ്പർശനം നടക്കേണ്ടത് അവരുടെ ചിഹ്നത്തിലാകണം എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കണം. കേവലം വെള്ളക്കുപ്പായും സ്ത്രീയിട്ട് തേച്ചുമിനിക്ക് നടന്ന് അങ്ങനെ പിന്നെ ഓടിപ്പാടിഞ്ഞൊരു ബഹളമായിട്ട് ഒരു പക്വതയില്ല, ഒരു പാകതയില്ല. ഇതുമായി ബന്ധപ്പെട്ട, രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വലിയ പിടിപാടൊന്നുമില്ല. അങ്ങനെ ആരൊക്കെയോ പറഞ്ഞപ്പോൾ ഉന്തിത്തള്ളി അങ്ങനെ കയറി നിന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന നാളുകളിൽ അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിൽ അവർക്ക് കൂടുതലൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല, ഒരു പുരോഗമനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. വാഗ്ദാനങ്ങൾ ഇങ്ങനെ മനഃപ്പാടമാക്കി വെച്ച് പ്രഭാഷണം നടത്താമെന്നല്ലാതെ ഒന്നും പറ്റില്ല. ആ ജാതി വകുപ്പുകളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? തിരഞ്ഞെടുക്കാൻ പാടില്ല. പലപ്പോഴും ഒരു പക്ഷേ നമ്മുടെ പാർട്ടി തന്നെ പെട്ട ആളാകാം. പക്ഷേ നമ്മൾ ഒന്നുകിൽ എന്ത് ചെയ്യണം? അവർ അതിന് യോഗ്യരാകണം, അല്ലെങ്കിൽ അവരെ നമ്മൾ യോഗ്യരാക്കണം. അത്യാവശ്യം കുഴപ്പമില്ല, അയാൾ ജയിച്ചു വന്നാൽ അല്ലെങ്കിൽ ജനപ്രതിനിധിയായാൽ നമുക്ക് നമ്മുടെ പാർട്ടിക്ക് അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കാൻ പറ്റും, ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഒരു പഞ്ചായത്തിൻ്റെ പ്രതിനിധിയായി നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ആൾ, അല്ലെങ്കിൽ നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം, ആ നാട്ടിലും നാട്ടുകാർക്കും ഗുണം കിട്ടുന്ന, ഫലം കിട്ടുന്ന, മുഖം നോക്കാതെ, മതം നോക്കാതെ, പാവപ്പെട്ടവൻ്റെയും പണക്കാരൻ്റെയും വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെയും സ്നേഹിക്കാനും സേവിക്കാനും സഹായിക്കാനും പറ്റുന്ന ഒരു യോഗ്യനായ പ്രതിനിധിയെ
നമ്മൾ അൽഹംദുലില്ലാ തിരഞ്ഞെടുക്കണം. അവർക്കാണ് മുസ്ലിം ഉമ്മത്ത് വോട്ട് ചെയ്യേണ്ടത്. ഇനി മുസ്ലിം ഉമ്മത്ത് ഒരിക്കലും വോട്ട് ചെയ്യാൻ പാടില്ലാത്ത പാർട്ടി ആരാ? അത് നമ്മൾ ചുമ്മാ നമ്മുടെ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. ജനപ്രതിനിധിയായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏത് പാർട്ടിക്കാരനാണെങ്കിലും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആള്, അയാളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ ഒരേപോലെ കാണാൻ പറ്റുന്ന ആളല്ല. വർഗീയതയുടെ കണ്ണോടുകൂടെ കാണുന്നവരാണ്. അല്ലെങ്കിൽ ഇന്ന സമുദായമായതിൻ്റെ പേരിൽ അവർക്ക് പരിഗണനയില്ല, അവരെ പതുക്കെ തള്ളി മാറ്റുന്നൊരവസ്ഥ. ഈ അവസ്ഥയുള്ള ഏത് പാർട്ടിയുടെ ആര് പ്രതിനിധിയായി വന്നാലും ഒരു കാരണവശാലും മുസ്ലിം ഉമ്മത്തിൻ്റെ വോട്ട് അവർക്ക് കിട്ടാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ നമുക്കറിയാം, ഓരോരുത്തർക്കും അറിയാം, ഞാൻ വിശദീകരിക്കേണ്ടതില്ല, ഈ മുസ്ലിം ഉമ്മത്തിനോട് പ്രത്യേകമായ ഒരു വൈരാഗ്യം. ഇതിൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു പ്രത്യേകമായ വെറുപ്പും വൈരാഗ്യവും അത് ആര് വെച്ച് പുലർത്തുന്നുണ്ടെങ്കിലും അവർക്കൊന്നും ഒരു കാരണവശാലും നമ്മുടെ ചിലപ്പോൾ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാകും, നമ്മുടെ എല്ലാം ആകും. പക്ഷേ നമ്മളുടെ ഒരു വോട്ടിൻ്റെ അടയാളം കൊണ്ട് ഒരു നാട്ടുകാർ മുഴുവൻ അല്ലെങ്കിൽ ഒരു വിഭാഗക്കാർ മുഴുവനും പ്രയാസപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അവിടെയും വികാരമല്ല, വിവേകമാണ് നമ്മളെ നിയന്ത്രിക്കേണ്ടത് എന്ന വിഷയം കൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ കൃത്യമായൊരു ബോധം വേണം. ഇവിടെ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷൻ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകതയുണ്ടാകുന്നൊരു വെറൈറ്റി നമ്മുടെ SIR തന്നെയാണ്. SIRുമായി ബന്ധപ്പെട്ട് വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ബന്ധുവിൻ്റെ പേരില്ലാത്തതിൻ്റെ പേരിൽ നമ്മളാകെ വട്ടം കറങ്ങി നിൽക്കുന്ന ഒരു സന്ദർഭം കൂടെയാണ്. ഈ സന്ദർഭത്തിൽ വലിയ ബേജാറാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി മുതൽ പഞ്ചായത്ത് വോട്ടായാലും വേണ്ടില്ല, പാർലമെൻറ്റ് വോട്ടായാലും വേണ്ടില്ല, വോട്ട് ചെയ്യണം. അത് കിടന്ന കിടപ്പിലാണെങ്കിൽ എന്നെ പൊക്കിക്കൊണ്ടു പോയിട്ടാണെങ്കിലും വോട്ട് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ സംഗതി വഷളാണ് എന്ന് ഒരു കാഴ്ചപ്പാടിൽ നിൽക്കുകയാണ് എല്ലാവരും. അത് അൽഹംദുലില്ലാ ഒരു തരത്തിൽ നല്ല കാര്യമാണ്. ഈ ഒരു സന്ദർഭത്തിൽ SIRൻ്റെ ചർച്ച വന്നത് തന്നെ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷന് വലിയൊരു മാറ്റുകൂട്ടും. എന്തുകൊണ്ട്? ഭൂരിഭാഗം ആളുകളും വോട്ട് ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരും, അല്ലെങ്കിൽ വോട്ട് ചെയ്യും എന്നത് വലിയ സന്തോഷമാണ്. അപ്പോൾ SIR നമ്മളെ പ്രയാസപ്പെടുത്തുന്നതാണ്, പടച്ചോൻ ഇടങ്ങേറായല്ലോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയുകയും വിചാരിക്കുകയും ചെയ്തെങ്കിൽ ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളമാണ് എന്ന് പറയുന്നത് പോലെ ആ ഒരു സംഗതി വന്നതുകൊണ്ട് എല്ലാവർക്കും വോട്ട് ചെയ്യണം എന്നുള്ളൊരു താല്പര്യം വന്നു. അതുകൊണ്ട് ഈ തവണ ആരാണ് വിജയിക്കുക? ഓരോ നാട്ടിലും വിജയികളായി വരുന്ന ആളുകൾ അവർക്ക് തീർച്ചയായിട്ടും വമ്പൻ ഭൂരിപക്ഷം ഉണ്ടാവും, വലിയ വോട്ടുകൾ ഉണ്ടാകും. കാരണം എന്താ? അധികം ആളുകളും ഇത്തവണ വോട്ട് ചെയ്യാൻ എന്തെങ്കിലും ചെറിയ അവകാശമുള്ള ആളുകൾ, അതിന് യോഗ്യരായ ആളുകൾ ഒന്നും മിസ്സാക്കൂല. എണ്ണത്തിൽ വലിയ ബാഹുല്യം ഉണ്ടാവും ഈ ഒരു SIRൻ്റെ ചർച്ചയും ഈ ഒരു തിരക്കൊക്കെ വന്നതുകൊണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ നമുക്ക് കൃത്യമായിട്ട് ബോധം വേണം. ആ പ്രതിനിധിയെ നമ്മളൊന്ന് പരിശോധിക്കണം. അത് ഏത് പാർട്ടിയാണെങ്കിലും, ഏത് പാർട്ടി, ഓരോരുത്തർക്കും ഓരോ പാർട്ടിക്കാരോട് ഒരു അനുഭാവം ഉണ്ടാവുമല്ലോ. പക്ഷേ ഞാൻ പറയുന്നത് കേവലം ആ പാർട്ടിയോടുള്ള അനുഭവം മാത്രം പോരാ, നമുക്കൊരു വിവേകം കൂടെ വേണം. വിവേകം വേണം. ഒന്നിരിക്കൽ നമ്മൾ അതിന് യോഗ്യരായവരെ തന്നെ തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ആ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് അതിന് യോഗ്യരാക്കണം എന്ന്. ഇവിടെ കൂടുതൽ കയറി വരുന്ന മറ്റൊരു മാറ്റർ, ഓരോ പാർട്ടിക്കാർ വരുമ്പോഴും ഞാൻ ഈ പാർട്ടിയുടെ ആളാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയില്ലേ, രണ്ട് തോണിയിലും വഞ്ചിയിലും കാലുകുത്തരുത് എന്ന് പറയും പോലെ നമ്മൾ ഒരു കാരണവശാലും അത്തരം പ്രതിനിധികളോട് നമ്മൾ തെറ്റായ നുണ പ്രചരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നുണ പറഞ്ഞുകൊണ്ടുള്ള ഒരു സപ്പോർട്ടും കൊടുക്കാൻ പാടില്ല. ഇത്തവണ ഉറപ്പാണ്, വോട്ടുണ്ടോ നിങ്ങൾക്കാ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നുണ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മുടെ വിവേകം അവിടെ പ്രവർത്തിക്കണം. അത് ഇത്തവണ ഏതായിരുന്നാലും വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല എന്നൊക്കെ കോമൺ ആയിട്ട് നമുക്ക് പറയാം. പക്ഷെ ആ വ്യക്തിയോട് നിങ്ങൾക്കല്ലാതെ വോട്ട് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നുണകൾ പറഞ്ഞ് അവരെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന അവസ്ഥ, ജയിച്ചു വന്നാൽ ഉപകാരമാണല്ലോ എന്ന് കരുതിയിട്ട് നുണ പറഞ്ഞുകൊണ്ടുള്ള, അതായത് ദുൽ വജ്ഹൈൻ, രണ്ട് മുഖം. ഒരു പാർട്ടിക്കാർ വരുമ്പോൾ അവരുടെ കൂടെ കൂടിയിട്ട് ഒരു മുഖം, മറ്റു പാർട്ടിക്കാർ വരുമ്പോൾ അവരുടെ കൂടെ കൂടിയിട്ട് ഒരു മുഖം. അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് അങ്ങനെ ഒരു ഇരട്ട വഞ്ചിയിൽ കാല് ചവിട്ടുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ കൃത്യമായ നിലപാടുള്ളവരാകണം എന്ന് കരുതിയിട്ട് നമുക്ക് താല്പര്യമില്ലാത്ത ഒരു പ്രതിനിധി അല്ലെങ്കിൽ ഒരു പാർട്ടി കയറി വരുമ്പോൾ അവരെ വഴക്ക് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒറ്റ വോട്ട് നിനക്ക് കിട്ടില്ല എന്നൊന്നും പറഞ്ഞ് ഒരാളെയും വേദനിപ്പിക്കാൻ പാടില്ല. അതിനും ഇസ്ലാം നമുക്ക് അനുവാദം തരില്ല. അവിടെയൊക്കെ പക്വമായിട്ട് വിവേകപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന ശർറന്നാസി ദുൽ വജ്ഹൈൻ, ജനങ്ങളിൽ
ഏറ്റവും മോശപ്പെട്ട വൃത്തികെട്ട ആളുകൾ ആരെന്നറിയോ? ദുൽവജ്ഹൈൻ, ഇരട്ട മുഖമുള്ളവരാണ്. ഇരട്ട മുഖം എന്ന് പറഞ്ഞാൽ രാവണനെ പോലെ ഒരുപാട് മുഖമുണ്ടെന്നല്ല, ഒരു മുഖത്ത് തന്നെ 2 ഫേസ് കെട്ട് വരും. അതായത് അല്ലദീ യഅതി ബിഹാഉലാഇ ബിവജ്ഹിൻ വഹാഉലാഇ ബിവജ്ഹിൻ. ഒരു വിഭാഗം വരുമ്പോൾ അവർക്കനുസരിച്ച് പെരുമാറും, മറ്റു വിഭാഗം വരുമ്പോൾ അവരുടെ കൂടെ കൂടും. അങ്ങനെയൊരു രീതികൾ കാണിച്ച് നുണകൾ പറഞ്ഞിട്ട് വാഗ്ദാനങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് തീർച്ചയായിട്ടും നമ്മൾ ഓർമ്മ വേണം. അപ്പോൾ അൽഹംദുലില്ലാ, ഈ പഞ്ചായത്ത് വോട്ട് ഇലക്ഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് കൃത്യമായിരിക്കണം, നിലപാട് വേണം. അതിൻ്റെ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സേവനങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം കാര്യങ്ങളിലേക്ക് ഏർപ്പെടാൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഗുണകരമായ ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും ഓരോ നാട്ടുകാർക്കും ഉപകാരമുള്ള പ്രതിനിധികളെ, ഒരുപക്ഷെ അത് മുസ്ലിമാകാം, അല്ലെങ്കിൽ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളാകാം, ജനങ്ങൾക്ക് ഉപകാരമുള്ള പ്രതിനിധികളെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരഞ്ഞെടുക്കണം. ഇവിടെ സ്ഥാനാർത്ഥികളായ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളായ സ്ഥാനാർത്ഥികളോട് പറയാനുള്ളത്, ഒരു കാരണവശാലും നമ്മുടെ മഹല്ലിൽപ്പെട്ട 2 കുടുംബത്തിൽപ്പെട്ട, അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപക്ഷെ ഒരു കുടുംബത്തിൽപ്പെട്ട തന്നെ 2 ആളുകളാകാം പ്രതിനിധികളായി 2 പാർട്ടിയെ അഭിമുഖീകരിക്കുന്നത്, അല്ലെങ്കിൽ 2 പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ അവരാകാം. അവരെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ തെരഞ്ഞെടുപ്പിൽ 2 പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത് എന്നാൽ പോലും അവിടെ മനസ്സുകൾ തമ്മിൽ അകലാൻ പാടില്ല. ആ 2 വിഭാഗത്തിൻ്റെ കൂടെ കുറേ ആളുകൾ ചേർന്ന് ഒരു മഹല്ലിൽ, ഒരു നാട്ടിൽ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാം, ഒരു നാട്ടിൽ, ഒരു മഹല്ലിൽ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ, അല്ലെങ്കിൽ ഒരു വാർഡിൽ 2 മുസ്ലിമീങ്ങൾ മത്സരിക്കുന്നുണ്ട്. ആ 2 പേരിലും പാർട്ടിക്കാർ ചേർന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു വീട്ടിലെ വാപ്പ ഒരു പാർട്ടി, മോൻ മറ്റൊരു പാർട്ടി, രണ്ടും പ്ലാറ്റ്ഫോമിലാണ് ഉണ്ടാവുക. എന്നിട്ട് ഈ വിഷയത്തിൽ പാർട്ടി ബേസിൽ, അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വിഷയത്തിൽ ഭയങ്കരമായ വൈരാഗ്യം, കണ്ടമെണ്ടില്ല. ഒരു വീട്ടിലുള്ളവർ തന്നെ പരസ്പരം തർക്കങ്ങളും പ്രശ്നങ്ങളും, അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ, പരസ്പരം മനസ്സുകൾ തമ്മിൽ അകൽച്ച ഉണ്ടാവുക. അതൊരിക്കലും ഉണ്ടാവരുത്. ഞാൻ പറഞ്ഞില്ലേ, അവിടെയും വിവേകം വേണം. തീർച്ചയായിട്ടും മുസ്ലിമീങ്ങളായ പ്രതിനിധികളായി വരുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ്, ഒരു കാരണവശാലും അടുത്ത പാർട്ടിക്കാർ, അവരോട് നമുക്ക് പാർട്ടി തലത്തിൽ 2 ധ്രുവങ്ങളാണെങ്കിൽ പോലും മനസ്സുകൾ തമ്മിൽ അകൽച്ചയുണ്ടാക്കുന്ന, വെറുപ്പുണ്ടാക്കുന്ന, ഞാൻ ജയിച്ചു നീ തോറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായി അടച്ചാക്ഷേപിക്കുന്ന അവസ്ഥ ഒരിക്കലും വിശ്വാസിക്ക് പാടില്ല. നമുക്ക് വന്നു കിട്ടുന്ന നിഅമത്തുകളിൽ മതിമറന്നിട്ട് ആകെ തകർക്കുക, അതൊരിക്കലും വിശ്വാസി ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഒരു കാരണവശാലും പരാജയപ്പെടുന്ന മറ്റു പാർട്ടിക്കാരെ ഭയങ്കരമായിട്ട് അവഹേളനം, അതിൽ കളവ് പറയുക, അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ പറയുക, മനസ്സിനെ കുത്തി വേദനിപ്പിക്കുക. നമ്മുടെ നാട്ടുകാരനാണ്, നമ്മുടെ മഹല്ലുകാരനാണ്, ഇന്നലെയും ഇന്നും നാളെയും നമുക്ക് കാണേണ്ടവനാണ്. അങ്ങനെയുള്ള മനസ്സിൻ്റെ അകൽച്ചകൾ, അല്ലെങ്കിൽ പാർട്ടിയിൽപ്പെട്ട ആളുകൾ തന്നെ പരസ്പരം അകന്നു നിൽക്കുക, അത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ല. അതാണ് ഞാൻ ഫസ്റ്റ് വൺ പറഞ്ഞത്. വികാരമല്ല, വിവേകമാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്. ആ വിഷയത്തിലെല്ലാം കൃത്യമായ ധാരണ വേണം. പിന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളായി മുസ്ലിമീങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, പക്വമായ, എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും സന്തോഷം, എല്ലാവരെയും സേവിക്കാൻ പറ്റുന്ന, ആ നാട്ടിലെ വാർഡിൽപ്പെട്ട എല്ലാവരെയും പരിഗണിക്കാൻ പറ്റുന്ന നല്ലൊരു മനസ്സ് അത്തരക്കാർ ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു അങ്ങനെയുള്ള പ്രതിനിധികളെ അള്ളാഹു തെരഞ്ഞെടുത്ത് നമ്മുടെ നാടിന് ഐശ്വര്യം, ബറക്കത്ത് അള്ളാഹു ഉണ്ടാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഭരണാധികാരികളായി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന ആളുകൾ മോശമാകുന്ന ചില നാടുകളുണ്ട്. എന്താ അതിൻ്റെ പ്രശ്നം? ആ നാട്ടുകാർ മോശമാകുമ്പോഴാണ്. ആ നാട്ടിൽപ്പെട്ട മുസ്ലിമീങ്ങൾ, വിശ്വാസികൾ അള്ളാഹുവിൻ്റെ നിസ്കാരത്തിൽ ശ്രദ്ധയില്ല, തോന്നിവാസങ്ങളും ചുമ്മാ തല്ലിപ്പുളിയായിട്ട് നടക്കുകയാണ് നാട്ടുകാർ, അള്ളാഹുവിലേക്ക് അടുപ്പില്ലാത്തവരാണ്. അപ്പോൾ അള്ളാഹു ശിക്ഷയായി, അവർക്കൊരു പണിഷ്മെൻ്റായി ആ നാട്ടിൽ മോശപ്പെട്ട ആളുകളെ, കുഴപ്പക്കാരായ ആളുകളെ ഭരണാധികാരിയായിട്ട് കൊണ്ടുവരും. അത് പഞ്ചായത്തിലുണ്ടാവും, അത് പാർലമെൻറ്റിലുണ്ടാവും. നമ്മളെ അടിക്കാൻ വേണ്ടി അള്ളാഹു ഒരു വടിയായി കൊണ്ടുവരുന്നവരുണ്ട്. അത്തരം അദാബുകൾ, പരീക്ഷണങ്ങൾ ഉണ്ടാകാതെ നമ്മൾ ദുആ ചെയ്യണം, നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാ നമ്മുടെ ഓരോ പഞ്ചായത്തിലും വാർഡിലും യോഗ്യരായവർക്ക് അല്ലാഹു വിജയം കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.